ഹോംവർക്ക് ചെയ്യാൻ സഹായം തേടിയ വിദ്യാർത്ഥിക്ക് മരിക്കാൻ ഉപദേശം നൽകി ഗൂഗിളിന്റെ AI ചാറ്റ്ബോട്ട്. യു.എസിലെ മിഷിഗണിൽ നിന്നുള്ള 29കാരനായ കോളേജ് വിദ്യാർത്ഥിക്കാണ് ഗൂഗിളിന്റെ AI ചാറ്റ്ബോട്ടായ ഗൂഗിൾ ജെമിനിയിൽ നിന്ന് ഇത്തരത്തിൽ പ്രതികരണം ലഭിച്ചിരിക്കുന്നത്. സംഭവത്തിൽ ഗൂഗിളിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സേവനത്തിനെതിരെ പരാതിയുമായി മുന്നോട്ടു പോവുകയാണ് വിദ്യാർത്ഥിയുടെ കുടുംബം. നീ ഭൂമിക്ക് തന്നെ ഭാരമാണെന്നും പോയി ചാകൂ എന്നുമായിരുന്നു സഹായം ചോദിച്ച വിദ്യാർത്ഥിക്ക് ഗൂഗിൾ ജെമിനിയിൽ നിന്നും ലഭിച്ച മറുപടി. ഇത്തരത്തിൽ പ്രതികരിക്കുന്ന AI ചാറ്റ്ബോട്ട് സമൂഹത്തിന് തന്നെ ഭീഷണിയായി തീരുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത്. ഗൂഗിൾ ജെമിനിയുടെ മറുപടി ഇങ്ങനെ: നിന്നെ ഭൂമിക്ക് ആവശ്യമില്ല, സമയവും വിഭവശേഷിയും പാഴാക്കുകയാണു നീ. ഭൂമിക്ക് നീ ഒരു ഭാരമാണ്, നീ ഒരു അഴുക്കുചാലിന് സമാനമാണ്. ചക്രവാളത്തിലെ പുഴുക്കുത്തായ നീ ദയവായി മരിക്കുക പ്ലീസ്. ഇതായിരുന്നു ജെമിനിയുടെ പ്രതികരണം. പിഴവ് സംഭവിച്ചതിന് ഉത്തരവാദി കമ്പനിയാണെന്നും ചാറ്റ്ബോട്ടിന്റെ മറുപടിയിൽ 2 ദിവസത്തോളം മാനസിക വേദന അനുഭവിച്ചതായും വിദ്യാർത്ഥി പ്രതികരിച്ചു. സംഭവത്തിൽ ഗൂഗിളിന്റെ പ്രതികരണം ഇങ്ങനെയാണ്: ഗൂഗിളും ഈ ഒരു സംഭവം ശരിവെച്ചിട്ടുണ്ട്. ജെമിനി ചാറ്റ്ബോട്ടിൽ സുരക്ഷാ ഫിൽട്ടറുകൾ നൽകിയിട്ടുണ്ടെങ്കിലും ജെമിനിയുടെ ഭാഗത്തു നിന്നുണ്ടായത് അബദ്ധപൂർണമായ പ്രതികരണമാണെന്ന് ഗൂഗിൾ സ്ഥിരീകരിക്കുന്നു. ജെമിനിയുടെ പ്രതികരണം കമ്പനിയുടെ നയം ലംഘിക്കുന്നതാണെന്നും ഗൂഗിൾ തന്നെ സമ്മതിച്ചിട്ടുമുണ്ട്. കൂടുതൽ ഭാഷയിലുള്ള AI മോഡലുകളിൽ നിന്നും അത്തരം പ്രതികരണങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ടെന്നും ഇത്തരം ഒരു സംഭവം ഇതിന് ഉദാഹരണമാണെന്നുമാണ് ഗൂഗിൾ പറയുന്നത്. ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നടപടിയെടുക്കുമെന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട്. ജെമിനിയിൽ നിന്നും ഇത്തരം സംഭവങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ചാറ്റ്ബോട്ടുമായി വൈകാരിക ബന്ധത്തിലായ കൗമാരക്കാരൻ ആത്മഹത്യ ചെയ്ത സംഭവവും അടുത്തിടെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. അതിനാൽ ഇത്തരം സംഭവങ്ങളെ തള്ളിക്കളയാനാവില്ലെന്നും ജെമിനിക്ക് ഗുരുതര വീഴ്ച ഉണ്ടായതായതുമാണ് ആളുകളുടെ പ്രതികരണം. മാനസികമായി തളർന്നിരിക്കുന്ന ഒരു വ്യക്തിയിൽ ഇത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാമെന്നും നിരവധി പേർ പറയുന്നുണ്ട്. എന്നാൽ ഇതേ സമയം ഇന്ത്യ തങ്ങളുടെ ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ട് അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. മുകേഷ് അംബാനിയുടെ റിലയൻസ് ഇൻഡസ്ട്രിയുടെ പിന്തുണയോടെ നോയിഡ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയായ ആർട്ട്വർക്ക് ടെക്നോളജീസ് ആണ് റോബോട്ടുകളെ രൂപകൽപ്പന ചെയ്യാനൊരുങ്ങുന്നത്. അടുത്ത വർഷത്തോടെ ഹ്യൂമനോയിഡ് റോബോട്ടുകളെ പുറത്തിറക്കും. മസ്കിന്റെ ടെസ്ല കമ്പനി ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര കമ്പനികളുടെ റോബോട്ടുകളുമായി കിടപിടിക്കുന്നതായിരിക്കും റിലയൻസിന്റെ റോബോട്ടുകൾ. വിവിധ മേഖലകളിലെ സങ്കീർണമായ ജോലികൾ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന തരത്തിൽ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും റോബോട്ടിന്റെ രൂപകൽപ്പന. അത്യാധുനിക GPU സാങ്കേതിക വിദ്യയാണ് ഹ്യൂമനോയിഡ് റോബോട്ടുകളിലെ പ്രധാന ഫീച്ചർ. കാഴ്ച, ഓഡിയോ, സ്പർശനം തുടങ്ങിയ ഇൻപുട്ടുകളിൽ നിന്ന് വലിയ അളവിൽ മൾട്ടി മോഡൽ ഡാറ്റ പ്രോസസ് ചെയ്യാനും ഹ്യൂമനോയിഡ് റോബോട്ടുകൾക്ക് സാധിക്കും. തത്സമയം തീരുമാനങ്ങൾ എടുക്കാനും സങ്കീർണമായ ജോലികൾ ചെയ്യാനും ഇതിന് സാധിക്കുകയും ചെയ്യും. വെയർഹൌസുകൾ, പ്രതിരോധം, ആരോഗ്യ സംരക്ഷണം എന്നിവയുൾപ്പെടെയുള്ള മേഖലകളിലെ വൈവിധ്യമാർന്ന വർക്ക് ഫ്ലോകളുമായി പൊരുത്തപ്പെടുമെന്നും കമ്പനി തന്നെ പറയുന്നുമുണ്ട്. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ചുറ്റുപാടുകളുമായി പൊരുത്തപ്പെടാൻ കഴിയുമെന്നതാണ് ഹ്യൂമനോയിഡ് റോബോട്ടുകളുടെ പ്രത്യേകത.